തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ സുഗതൻ്റെ 6 മാസത്തേക്കുള്ള ഒരു അവധി ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ പരിഗണിക്കുന്നുണ്ടായിരുന്നു. അതിന്ന് പാസ്സായി. എന്താണ് തോന്നുന്നത്? ജനാധിപത്യം വിജയിച്ചില്ലേ? കേരള സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് BJPക്കെതിരെയും വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെതിരെ നടത്തിയിരിക്കുന്ന ഗൂഢനീക്കത്തെ ജനാധിപത്യം ഉപയോഗിച്ച് BJP തകർത്തിരിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ജനാധിപത്യ മാർഗത്തിൽ കൂടി, അതായത് സുഗതൻ്റെ അപേക്ഷ മേയർ കൗൺസിലിന് മുന്നിൽ സമർപ്പിച്ചു. അതാണ്, ഞാൻ ഇന്ന പോലൊരു കേസിൽ പ്രതിയായിട്ട് കിടക്കാൻ എനിക്ക് ജാമ്യം കിട്ടുന്നില്ല, ഇക്കാരണത്താൽ എനിക്ക് കൗൺസിൽ മീറ്റിംഗ് വന്ന് പങ്കെടുക്കാൻ പറ്റില്ല. അദ്ദേഹം തുടർച്ചയായിട്ട് വന്ന് 3 എണ്ണത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് അയോഗ്യത കൈവരും. ഇതാണ് വിഷയം. അപ്പോൾ അങ്ങനെയെങ്കിൽ അയോഗ്യത മാറണമെങ്കിൽ മേയേഴ്സ് കൗൺസിലിൽ അത് പാസ്സാവണം, അദ്ദേഹത്തിൻ്റെ അപേക്ഷ പാസ്സാവണം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുമതി കൊടുക്കണം. അവിടെ ഒരു വിഷയമുണ്ട്. 51 പേരുടെ പിന്തുണയിലാണ് മേയർ അവിടെ ഭരിക്കുന്നത്. അഥവാ BJPക്ക് മൊത്തമുള്ള 51 പേരല്ല, 50 പേരേ ഉള്ളൂ. പിന്നെ ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയാണ്. ഇതിൽ നിന്ന് 1 പറഞ്ഞാൽ തന്നെ 50ആയി. എന്ന് പറഞ്ഞാൽ ഒരു വോട്ടിനിട്ടാൽ 50-50 നിൽക്കുമായിരുന്നു. ഈ അവസ്ഥയിൽ നിന്ന് മുമ്പ് BJPക്ക് വേണ്ടി വോട്ട് ചെയ്യാണ്ടിരുന്ന ഒരു കൗൺസിലർ കൂടി BJP പിന്തുണച്ചു. അങ്ങനെ സ്വതന്ത്ര അംഗങ്ങൾ 2 പേര് പിന്തുണച്ചുകൂടി 51 പേരുടെ പിന്തുണ അവിടെ കിട്ടി. മേയർ കാസ്റ്റിംഗ് വോട്ടും രേഖപ്പെടുത്തി. സത്യം പറഞ്ഞ ഒന്ന് പറയാം, തിരുവനന്തപുരം മേയർ ഉണ്ടല്ലോ, ഒരു രാഷ്ട്രീയ ചാണക്യനാണ്. അത് മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൂ. അദ്ദേഹം മേയറായിട്ട് ചാർജ് എടുത്ത അന്ന് തൊട്ടിട്ട് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇരിക്കപ്പുറത്തി ഉണ്ടായിട്ടില്ല. ഇവരുടെ എന്ത് തന്ത്രം ഉണ്ടെങ്കിലും അത് വെട്ടിപ്പൊളിച്ച് സൈഡിലോട്ടിടാൻ ഇതുപോലെ കഴിവുള്ള ഒരാൾ വേറെയില്ല. അദ്ദേഹം തിരുവനന്തപുരം നഗരമധ്യത്തിൽ ജനിച്ച് തിരുവനന്തപുരത്ത് നഗരമധ്യത്തിൽ പഠിച്ച് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കളികളിലും കണ്ടു വളർന്ന ഒരാളാണ്. മാറുവാനീസ് കോളേജിലും MG കോളേജിലുമായിട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നെ കേരളത്തിലെ ഒരുതപ്പെട്ട രാഷ്ട്രീയക്കാരുടെ ഒക്കെ വരവ് അറിയാലോ. ലോ അക്കാഡമി എന്നാണ് തിരുവനന്തപുരത്ത്. പ്രധാനപ്പെട്ട ഒത്തിരി പേര് പഠിച്ചൊരു സ്ഥലം. അവിടെ തന്നെ അദ്ദേഹം ലോയും പഠിച്ചത്. ലോയും രാഷ്ട്രീയവും നന്നായിട്ട് പഠിച്ച ആളാണ്. അദ്ദേഹത്തിന് നിയമം എന്താണെന്നറിയാം, രാഷ്ട്രീയം എന്താണെന്നറിയാം. രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ട് എങ്ങനെ ഓരോ കളി കളിക്കണമെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. രാഷ്ട്രീയ എതിരാളികൾ എന്ത് കളി കളിച്ചാലും അതിനെ നേരെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് എന്താണ് വിജയം അങ്ങോട്ട് കയറാൻ വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഇത്രയും മിടുക്കനായിട്ടുള്ള തന്ത്രജ്ഞ രാഷ്ട്രീയക്കാരനെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇക്കാര്യത്തിൽ മേയർ VV രാജേഷ് അഭിനന്ദനം അറിയിക്കുന്നു. ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിലെ മൊത്തം ജനങ്ങളോട്ടൊരു ചോദ്യം തന്നെ ചോദിക്കാം. കേരളത്തിൽ 6 മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഉണ്ട്. പണ്ട് കേരളത്തിൽ 3 എണ്ണമായിരുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്ന് പറഞ്ഞ് മൊത്തം 6 എണ്ണമുണ്ട്. കാരണം കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ എന്ന് പറഞ്ഞ് 3 കോർപ്പറേഷൻ പിന്നെ വന്നു. ഈ 6 കോർപ്പറേഷനിലെ മേയർമാർ എത്ര പേരെ പേര് നിങ്ങൾക്കറിയാം? ഒരുപക്ഷെ ഒരാളുടെ പേര് അറിയുള്ളൂ. അത് മേയർ VV രാജേഷാണ്. ശരിയാ, ഇതിന് മുമ്പുണ്ടായിരുന്നൊരു മേയറുടെ പേരും എല്ലാവർക്കും അറിയായിരുന്നു, ആര്യ രാജേന്ദ്രൻ. അത് പിന്നെ എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അപ്പം ആര്യ വിവാദം ഉണ്ടാക്കിയ പോലെ പേരുണ്ടാക്കിയ പോലെ അല്ല VV രാജേഷ് പേരുണ്ടാക്കിയേക്കുന്നത്. VV രാജേഷ് ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കാണ്, ഒരു രാഷ്ട്രതന്ത്രജ്ഞ എന്നുള്ള നിലയ്ക്കാണ്, രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ആളെന്നുള്ള നിലയ്ക്കാണ്. എതിരാളികൾ എന്ത് രാഷ്ട്രീയ കളി കളിച്ചാലും അതിനെ മലർത്തിയടിച്ച് തോൽപ്പിക്കാൻ പറ്റിയ കൃത്യമായ തന്ത്രങ്ങൾ അറിയാവുന്ന മിടുക്കനായ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കാണ്. മേയർ VV രാജേഷിനും സുഗതനും അഭിനന്ദനങ്ങൾ.